നമസ്കാരം, പി എസ് ടുഡേ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. സുഹൃത്തുക്കളെ, നമ്മളിന്ന് നോക്കാൻ പോകുന്നത് നമ്മുടെ ഗുരുവായൂർ ദേവസ്വം ബോർഡ് LD എക്സാമിന് എത്തിക്കഴിഞ്ഞു. അതിനു വേണ്ടിയിട്ട് നമ്മുടെ പുതുക്കിയ LD സിലബസ് പ്രകാരമുള്ള സ്പെഷ്യൽ ടോപ്പിക്കാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. സുഹൃത്തുക്കൾ ശ്രദ്ധിക്കുക, വളരെ ഇമ്പോർട്ടന്റ് ആണ് ദേവസ്വം ബോർഡ് LD എക്സാമിന് വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ ടോപ്പിക്. ഇനി നമുക്ക് നോക്കുവാനുള്ളത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ISROയുടെ നാഴികക്കല്ലുകളാണ്. മൈൽ സ്റ്റോൺ ഓഫ് ISRO ഇൻ 2023 to 2024. 2023 മുതൽ 2024 ഉണ്ടായിരുന്ന ISROയുടെ നാഴികക്കല്ലുകളായിട്ടുള്ള പ്രധാനപ്പെട്ട മിഷൻസ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നമുക്ക് സമയം കളയണ്ടെന്ന് നോക്കാം. 2023 ഫെബ്രുവരി മാസം 10-ാം തീയതി 2023 പ്രധാനപ്പെട്ട മിഷൻസ് ആണ് നമ്മൾ പറയുന്നത് കേട്ടോ. 2023 ഫെബ്രുവരി മാസം 10-ാം തീയതി സ്മോൾ സാറ്റലൈറ്റ് ലോഞ്ചിങ് വെഹിക്കിൾ അഥവാ SSLVയുടെ രണ്ടാം പതിപ്പ് വിജയകരമായി വിക്ഷേപിച്ചു. 2023 ഫെബ്രുവരി 10-ന് സ്മോൾ സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ അഥവാ SSLV രണ്ടാം പതിപ്പ് വിജയകരമായി വിക്ഷേപിച്ചു. വിജയകരമായി വിക്ഷേപിക്കണമെങ്കിൽ അതിനകത്ത് എന്തെങ്കിലും പേലോഡ് അഥവാ കൃത്രിമോപഗ്രഹം വേണ്ടേ? അങ്ങനെ രണ്ട് പ്രധാനപ്പെട്ട കൃത്രിമോപഗ്രഹമായിരുന്നു ഈ SSLV റോക്കറ്റ് വഹിച്ചത്. അത് ഏതൊക്കെയാണ്? ഒന്ന് ജാനസ് 1-ഉം അതുപോലെ മറ്റൊന്ന് ആസാദി സാറ്റ് 2-മാണ്. ഇങ്ങനെ രണ്ട് ഉപഗ്രഹങ്ങൾ എന്ത് ചെയ്തു? ഭ്രമണപഥത്തിൽ എത്തിച്ചു. ആര്? SSLVയുടെ രണ്ടാം പതിപ്പ്. ഇതിൽ ആസാദി സാറ്റ് 2 എന്ന് പറയുന്നത് ഇന്ത്യയിലുടനീളമുള്ള ഏകദേശം 750ഓളം പെൺകുട്ടികളുടെ സംയുക്ത പരിശ്രമ ഫലമായി നിർമ്മിച്ച കൃത്രിമോപഗ്രഹമായിരുന്നു. ഇത് അന്നത്തെ PSC എക്സാമുകളിൽ ചോദിച്ചിട്ടുമുണ്ട്. ആസാദി സാറ്റ് 2 ഇന്ത്യയിലുടനീളമുള്ള ഏകദേശം 750 പെൺകുട്ടികളുടെ സംയുക്ത പരിശ്രമ ഫലമായിട്ട് നിർമ്മിച്ച കൃത്രിമോപഗ്രഹമായിരുന്നു. അപ്പോൾ 2023 ഫെബ്രുവരി 10-ന് ISROയുടെ പ്രത്യേകത എന്താ? സ്മോൾ സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ അഥവാ SSLV രണ്ടാം പതിപ്പ് വിജയകരമായി വിക്ഷേപിച്ചു. അപ്പൊ അതിനകത്ത് ഘടിപ്പിച്ചു വെച്ചിരുന്ന പേലോഡുകൾ ഏതൊക്കെയാ? ഒന്ന് ജാനസ് 1-ഉം അതുപോലെ ആസാദി സാറ്റ് 2-ഉമായിരുന്നു. ഇതിൽ ആസാദി സാറ്റ് 2-ന്റെ പ്രത്യേകത എന്താണ്? ഇന്ത്യയിലുടനീളമുള്ള 750 പെൺകുട്ടികളുടെ സംയുക്ത പരിശ്രമ ഫലമായി നിർമ്മിച്ച കൃത്രിമോപഗ്രഹമായിരുന്നു ആസാദി സാറ്റ് 2 എന്നുള്ളത്. ഇനി 2023 മാർച്ച് 26-ന്റെ പ്രത്യേകത LVM3 M3 OneWeb India 2 ദൗത്യം. ഇവിടെ നമുക്ക് OneWeb India 2 ദൗത്യം എന്ന് ഓർത്തു വെച്ചിരുന്നാൽ മതി. 2023 മാർച്ച് 26-നാണ് OneWeb India 2 ദൗത്യം നടന്നത്. LVM3 റോക്കറ്റിന്റെ തുടർച്ചയായ 6ാമത്തെ വിജയകരമായ പറക്കലിലൂടെ OneWeb ഗ്രൂപ്പിന്റെ 36 ഉപഗ്രഹങ്ങളെ വിജയകരമായിട്ട് ഭ്രമണപഥത്തിലെത്തിക്കാൻ ISRO കഴിഞ്ഞു. വലിയൊരു അച്ചീവ്മെന്റ് അല്ലേ? 2023 മാർച്ച് 26-ന്റെ പ്രത്യേകത എന്താ? OneWeb India 2 ദൗത്യം വിജയകരമായി നമ്മുടെ ISRO ചെയ്തു. LVM3 റോക്കറ്റിന്റെ തുടർച്ചയായ 6ാം വിജയകരമായ പറക്കലിലൂടെ OneWeb ഗ്രൂപ്പ് കമ്പനിയുടെ 36 ഉപഗ്രഹങ്ങളെ വിജയകരമായിട്ട് ഭ്രമണപഥത്തിലെത്തിക്കാൻ ISROയ്ക്ക് സാധിച്ചു. 2023 ഏപ്രിൽ 2-ന്റെ പ്രത്യേകത എന്താ? റീയൂസിബിൾ ലോഞ്ച് വെഹിക്കിൾ ഓട്ടോണമസ് ലാൻഡിംഗ് മിഷൻ അഥവാ RLV ലെക്സ് എന്ന പേരിൽ അറിയപ്പെടുന്നു. ഇത് നടന്നത് എന്നാണ്? 2023 ഏപ്രിൽ 2-നാണ്. ബഹിരാകാശത്ത് നിന്നും തിരിച്ചിറങ്ങുന്ന ഒരു വിമാനം പോലെ പ്രവർത്തിക്കുന്ന RLVയുടെ വിജയകരമായ ഓട്ടോണമസ് ലാൻഡിംഗ് 2023 ഏപ്രിലിൽ ISRO പൂർത്തിയാക്കി. വളരെ വലിയൊരു അച്ചീവ്മെന്റ് ആണ്. 2023 ഏപ്രിൽ 2-ന്റെ പ്രത്യേകത എന്താ? റീയൂസിബിൾ ലോഞ്ച് വെഹിക്കിൾ ഓട്ടോണമസ് ലാൻഡിംഗ് മിഷൻ അഥവാ RLV ലെക്സ് എന്ന് പറയുന്ന മിഷൻ നടന്നു. ഇതിന്റെ എന്താ പ്രത്യേകത എന്ന് ചോദിച്ചാൽ, ബഹിരാകാശത്ത് നിന്നും തിരിച്ചിറങ്ങുന്ന ഒരു വിമാനം പോലെ പ്രവർത്തിക്കുന്ന RLVയുടെ വിജയകരമായ ഓട്ടോണമസ് ലാൻഡിങ് 2023 ഏപ്രിൽ 2-ന് ISRO വിജയകരമായിട്ട് പൂർത്തിയാക്കി. നമ്മുടെ ഗഗൻയാൻ വരുന്നില്ലേ, അതിന് വേണ്ടിയിട്ടുള്ള പ്രധാനപ്പെട്ട പരീക്ഷണങ്ങളാണ് കേട്ടോ ഇതൊക്കെ. 2023 ഏപ്രിൽ 19 PSLV C55 റോക്കറ്റ് ഉപയോഗിച്ച് TEL-EOS-2 ദൗത്യം നടത്തി. TEL-EOS-2 ദൗത്യം നടത്തി. ഏതുപയോഗിച്ച? PSLV C55 റോക്കറ്റ് വെച്ചിട്ട്. PSLV C55 ഉപയോഗിച്ച് സിംഗപ്പൂരിന്റെ TEL-EOS അല്ലെങ്കിൽ TEL-EOS-2 അതുപോലെ തന്നെ ലുമിലൈറ്റ് 4 എന്നീ ഉപഗ്രഹങ്ങളെ വിജയകരമായി വിക്ഷേപിച്ചു. ഇവിടെ നിന്ന് PSC ചോദിക്കുന്നത് 2023 ഏപ്രിൽ 19-ന് PSLV C55 റോക്കറ്റ് ഉപയോഗിച്ച് ഏതു രാജ്യത്തിന്റെ സാറ്റലൈറ്റിനെയാണ് ISRO സ്പേസിൽ എത്തിച്ചതെന്ന് ചോദിക്കും. ഉത്തരം ഏതാ? സിംഗപ്പൂരിന്റെയാണ്. ഓർക്കുക, സിംഗപ്പൂരിന്റെ സാറ്റലൈറ്റുകൾ ഏതൊക്കെയാ? ഒന്ന് TEL-EOS-2-ഉം അതുപോലെ ലുമിലൈറ്റ് 4-ഉമാണ്. ഓർക്കുക. 2023 മെയ് 29 അടുത്ത ഡേറ്റ് ഏതാ? 2023 മെയ് 29
29. NVS-01 ദൗത്യം വിജയകരമായി പൂർത്തീകരിച്ചു. NVS-01 ദൗത്യം വിജയകരമായി പൂർത്തീകരിച്ചു. നാവിഗേഷൻ നടത്തുന്നതിനായി വിഭാവനം ചെയ്ത രണ്ടാം തലമുറ ഉപഗ്രഹങ്ങൾ ആദ്യത്തേതാണ് NVS-01 എന്ന് പറയുന്നത്. നാവിഗേഷൻ നടത്തുന്നതിനായിട്ട് വിഭാവനം ചെയ്ത രണ്ടാം തലമുറ ഉപഗ്രഹങ്ങളിൽ ആദ്യത്തേത് എന്ന് ചോദിച്ചാൽ അത് NVS-01 ആണ്. വിക്ഷേപണ വാഹനം ഏതാ? GSLV F-12 ആണ്. ഇമ്പോർട്ടന്റ് ആണ്. നമ്മുടെ NVS-01 ദൗത്യം വിജയകരമായിട്ട് എത്തിച്ച റോക്കറ്റിന്റെ പേരെന്താ? GSLV F-12 ആണ്. ഓർക്കുക. 2023 ജൂലൈ 14 ISROയുടെ ഏറ്റവും വലിയ നേട്ടങ്ങളിലൊന്നായ ചന്ദ്രയാൻ 3 വിക്ഷേപിച്ചു. വിക്ഷേപണ വാഹനം LVM-3M4 ആണ്. ഓർക്കണേ, ഇമ്പോർട്ടന്റ് ആണ്. 2023 ജൂലൈ 14 PSCക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വർഷമാണ്, അല്ലെങ്കിൽ ഒരു ഡേറ്റ് ആണ്. കാരണം എന്തെന്ന് ചോദിച്ചാൽ ISROയുടെ ഏറ്റവും വലിയ നേട്ടങ്ങളിൽ ഒന്നായിരുന്ന ചന്ദ്രയാൻ 3 വിക്ഷേപിച്ചത് 2023 ജൂലൈ 14 അത് വിക്ഷേപിക്കാൻ ഉപയോഗിച്ച വാഹനം ഏതാ? LVM-3M4 ആണ്. 2023 ജൂലൈ 30 സിംഗപ്പൂർ വികസിപ്പിച്ച DSSAR കൃത്രിമോപഗ്രഹം PSLV C-56 വിക്ഷേപണ വാഹനം ഉപയോഗിച്ച് വിജയകരമായി ബഹിരാകാശത്തെത്തിച്ചു. 2023 ജൂലൈ 30 പ്രത്യേകത എന്താ? സിംഗപ്പൂർ വികസിപ്പിച്ച DSSAR എന്ന് പറയുന്ന കൃത്രിമോപഗ്രഹം PSLV C-56 ഉപയോഗിച്ച് എവിടെ എത്തിച്ചു? ബഹിരാകാശത്ത് എത്തിച്ചു. 2023 ആഗസ്റ്റ് 23 വീണ്ടും വന്നിരിക്കുന്നു പ്രധാനപ്പെട്ട പോയിന്റ്. 2023 ഓഗസ്റ്റ് 23 ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ ശിവശക്തി പോയിന്റിൽ ചന്ദ്രയാൻ 3 വിജയകരമായി സോഫ്റ്റ് ലാൻഡ് ചെയ്തു. ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ ശിവശക്തി പോയിന്റിൽ ചന്ദ്രയാൻ 3 വിജയകരമായി സോഫ്റ്റ് ലാൻഡ് ചെയ്തു. ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ കൃത്രിമോപഗ്രഹം സോഫ്റ്റ് ലാൻഡ് ചെയ്ത ആദ്യത്തെ രാജ്യമായി ഇന്ത്യ മാറി. ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിലെ കൃത്രിമോപഗ്രഹം സോഫ്റ്റ് ലാൻഡ് ചെയ്ത ആദ്യത്തെ രാജ്യമായി ഇന്ത്യ മാറി. I reached my destination and you too എന്നതായിരുന്നു സോഫ്റ്റ് ലാൻഡ് ചെയ്ത ശേഷം ചന്ദ്രയാനിൽ നിന്നും ആദ്യമായി വന്ന സന്ദേശം. ഇത് ചോദിക്കും. I reached my destination and you too എന്നതായിരുന്നു സോഫ്റ്റ് ലാൻഡിന് ശേഷം ചന്ദ്രയാൻ 3 നിന്നും ആദ്യമായി വന്ന സന്ദേശം. ഇതുകൂടെ ഒന്ന് ഓർക്കുക. 2023 സെപ്റ്റംബർ 2 ആദിത്യ L1 ഇമ്പോർട്ടന്റ് ഡേറ്റ് ആണ്. 2023 സെപ്റ്റംബർ 2 പ്രത്യേകത എന്താ? ആദിത്യ L1 ഇന്ത്യയുടെ ആദ്യത്തെ സൗരദൗത്യമാണ് ആദിത്യ L1. ഇന്ത്യയുടെ ആദ്യത്തെ സൗരദൗത്യം എന്ന് ചോദിച്ചാൽ അത് ആദിത്യ L1 ആണ്. ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്നും PSLV C-57 റോക്കറ്റ് ഉപയോഗിച്ചാണ് ആദിത്യ L1 വിക്ഷേപിച്ചത്. ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്നും PSLV C-57 റോക്കറ്റ് ഉപയോഗിച്ചാണ് ആദിത്യ L1 വിക്ഷേപിച്ചത്. 2023 ഒക്ടോബർ 21 ഗഗൻയാൻ പദ്ധതി ആരംഭിക്കുന്നത്. 2023 ഒക്ടോബർ 21 പ്രത്യേകത എന്താ? ഗഗൻയാൻ പദ്ധതി പ്രഖ്യാപിച്ചു, അല്ലെങ്കിൽ അതിന്റെ പദ്ധതി ആരംഭിച്ചു. ഇന്ത്യയുടെ മനുഷ്യനെ ബഹിരാകാശത്തെത്തിക്കുന്നതിനുള്ള അഭിമാനകരമായ പദ്ധതിയാണ് ഗഗൻയാൻ, അല്ലെ? ഇന്ത്യയുടെ മനുഷ്യനെ ബഹിരാകാശത്തെത്തിക്കുന്ന അഭിമാനകരമായ പദ്ധതി എന്ന് ചോദിച്ചാൽ അത് നമ്മുടെ ഗഗൻയാൻ ആണ്. ഗഗൻയാൻ വിക്ഷേപിക്കാൻ ഉപയോഗിക്കുന്ന വിക്ഷേപണ വാഹനമാണ് ഹ്യൂമൻ റേറ്റഡ് LVM-3, മുമ്പ് GSLV Mark 3 എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന റോക്കറ്റ് ആണ് കേട്ടോ. അപ്പോൾ വിക്ഷേപണ വാഹനം എന്ന് ചോദിച്ചാൽ ഹ്യൂമൻ റേറ്റഡ് LVM-3 അഥവാ മുമ്പ് അവൻ അറിയപ്പെട്ട പേരെന്താ? GSLV Mark 3 എന്നാണ്. ഈ റോക്കറ്റിൽ വെച്ചിട്ടാണ് നമ്മൾ മനുഷ്യരെ എവിടെ എത്തിക്കാൻ പോകുന്നത്? നമ്മുടെ ഇന്ത്യക്കാരെ സ്പേസിൽ എത്തിക്കാൻ പോകുന്നത്. 4 ഇന്ത്യൻ വ്യോമസേന പൈലറ്റുമാരാണ് ഗഗൻയാൻ ദൗത്യത്തിന് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്. 4 ഇന്ത്യൻ വ്യോമസേന പൈലറ്റുമാരാണ് ഗഗൻയാൻ ദൗത്യത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്. അതിൽ ഏറ്റവും അഭിമാനകരം എന്താ? ഗ്രൂപ്പ് ക്യാപ്റ്റൻ പ്രശാന്ത് ബാലകൃഷ്ണൻ നായർ എന്ന മലയാളി വ്യക്തിത്വം എന്തിലുണ്ട്? നമ്മുടെ ഗഗൻയാൻ പദ്ധതിയുടെ ഭാഗമാണ്. ഗ്രൂപ്പ് ക്യാപ്റ്റൻ ആയിട്ടുള്ള പ്രശാന്ത് ബാലകൃഷ്ണൻ നായർ, അദ്ദേഹം മലയാളിയാണ്. അദ്ദേഹം എന്തിലുണ്ട്? നമ്മുടെ ഗഗൻയാൻ പദ്ധതിയിൽ ഒരാളുണ്ട്. മറ്റു 3 വ്യക്തിത്വങ്ങളുടെ പേരോട് ഓർത്തു വെച്ചിരിക്കണം. ഗ്രൂപ്പ് ക്യാപ്റ്റൻ അജിത് കൃഷ്ണൻ, ഗ്രൂപ്പ് ക്യാപ്റ്റൻ അങ്കത് പ്രതാപ്, വിംഗ് കമാൻഡർ ശുഭാൻഷു ശുക്ല. ഇത്രയും വ്യക്തികളാണ് പ്രധാനമായിട്ടും നമ്മുടെ ഗഗൻയാൻ പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന, അല്ലെങ്കിൽ സ്പേസിലോട്ട് പോവാനായിട്ട് നിൽക്കുന്ന പ്രധാനപ്പെട്ട ഇന്ത്യക്കാർ കേട്ടോ. ആരൊക്കെയാണത്? ഒന്ന് നമ്മുടെ സ്വന്തം മലയാളിയായിട്ടുള്ള പ്രശാന്ത് ബാലകൃഷ്ണൻ നായർ, രണ്ടാമത്തെ വ്യക്തിത്വമാര അജിത് കൃഷ്ണൻ, മൂന്നാമത്തെ വ്യക്തിത്വമാര അങ്കത് പ്രതാപ്, നാലാമത്തെ വ്യക്തിത്വമാര വിംഗ് കമാൻഡർ ശുഭാൻഷു ശുക്ല. ഓർക്കുക. ഇനി നമുക്ക് നോക്കുവാനുള്ളത് 2024 ISROയുടെ നാഴികക്കല്ലുകളാണ്. 2024 ISROയുടെ നാഴികക്കല്ലുകൾ.
2024 ജനുവരി 1 തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടൊരു മിഷൻ നമ്മുടെ ISRO ചെയ്തിരുന്നു. ഏതാണത്? അതാണ് എക്സ്പോസാറ്റ്. ഏതാണ്? എക്സ്പോസാറ്റ്. എക്സ്പോസാറ്റ് കൃത്രിമോപഗ്രഹം വിജയകരമായി ഭ്രമണപഥത്തിൽ എത്തിച്ചത് 2024 ജനുവരി മാസം 1-ാം തീയതിയായിരുന്നു. എക്സ്പോസാറ്റിന്റെ പൂർണ്ണരൂപം എക്സ്റേ പൊളാരിറ്റി മീറ്റർ സാറ്റലൈറ്റ്. ഇവിടെ വെച്ചങ്ങ് പഠിച്ചോളണേ. എക്സ്പോസാറ്റിന്റെ പൂർണ്ണരൂപം എന്താ? എക്സ്റേ പൊളാരിറ്റി മീറ്റർ സാറ്റലൈറ്റ് എന്നാണ്. എക്സ്റേ തരംഗങ്ങളെ കുറിച്ച് പഠിക്കുക എന്നതായിരുന്നു എക്സ്പോസാറ്റിന്റെ പ്രധാന ലക്ഷ്യം. എക്സ്റേ തരംഗങ്ങളെ കുറിച്ച് പഠിക്കുക എന്നതായിരുന്നു എക്സ്പോസാറ്റിന്റെ പ്രധാന ലക്ഷ്യം. ഇനി നമ്മുടെ PSC ചോദിച്ച ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. തമോഗർത്തങ്ങൾ, ന്യൂട്രോൺ നക്ഷത്രങ്ങൾ, പൾസാറുകൾ, സൂപ്പർനോവ അവശിഷ്ടങ്ങൾ, സജീവ ഗാലക്സി ന്യൂക്ലിയസുകൾ എന്നിവയെക്കുറിച്ച് പഠിക്കുന്നതാണ് എക്സ്പോസാറ്റിന്റെ ലക്ഷ്യം. ഒന്നുകൂടി ഇലാബറേറ്റ് ചെയ്ത് പറഞ്ഞാൽ കേട്ടോ. ഇതാണ് PSC ചോദിച്ചത്. എന്തിനെ പറ്റിയൊക്കെ പഠിക്കാനാണ് എക്സ്പോസാറ്റ് പോയത്? തമോഗർത്തങ്ങൾ അഥവാ ബ്ലാക്ക് ഹോളുകളെ പറ്റി, ന്യൂട്രോൺ നക്ഷത്രങ്ങൾ അഥവാ ന്യൂട്രോൺ സ്റ്റാറുകളെ പറ്റി, പൾസാറുകളെ പറ്റി, സൂപ്പർനോവ അവശിഷ്ടങ്ങൾ അഥവാ സൂപ്പർനോവ റെമിനൻസിനെ പറ്റിയിട്ട്, അതുപോലെ സജീവ ഗാലക്സി ന്യൂക്ലിയസുകളെ പറ്റിയിട്ട് പഠിക്കുന്നതിനാണ് ആര് പോയത്? എക്സ്പോസാറ്റ് നമ്മൾ വിക്ഷേപിച്ചത്. നമ്മുടെ എക്സ്പോസാറ്റ് വിക്ഷേപിച്ച വിക്ഷേപണ വാഹനം PSLV C58 ആണ്. ഇമ്പോർട്ടന്റ് ആണ്. നമ്മുടെ അഭിമാനകരമായൊരു റോക്കറ്റ് ആണ് PSLV സീരീസ് എന്ന് പറയുന്നത്. ആ PSLV സീരീസിലെ C58 ആണ് എന്തിനു ഉപയോഗിച്ചത്? എക്സ്പോസാറ്റ് വിക്ഷേപിക്കാനായിട്ട് ഉപയോഗിച്ചത്. വിക്ഷേപിച്ചത് ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്റർ ആയിരിക്കും. നമുക്കറിയാം വിക്ഷേപിച്ചത് എവിടെ നിന്നാ? ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ ബഹിരാകാശ കേന്ദ്രത്തിൽ നിന്നുമാണ്. PSLVയുടെ 60ാമത്തെ വിജയകരമായ ദൗത്യമായിരുന്നു എക്സ്പോസാറ്റ് വിക്ഷേപണം. ഇത് ചോദിച്ചാൽ നിങ്ങൾ കുടുങ്ങും, അതുകൊണ്ട് ഓർത്ത് വെച്ചോളണം. PSLVയുടെ 60ാമത്തെ വിജയകരമായ ദൗത്യമായിരുന്നു എക്സ്പോസാറ്റ് വിക്ഷേപണം എന്നുള്ളത്. അതുകൂടെ ഒന്ന് ഓർക്കുക. 2024 ഫെബ്രുവരി 17 ഇൻസാറ്റ് 3DS വിജയകരമായി ഭ്രമണപഥത്തിലെത്തിച്ചു. 2024 ഫെബ്രുവരി 17 പ്രത്യേകത എന്താ? ഇൻസാറ്റ് 3DS വിജയകരമായി ഭ്രമണപഥത്തിലെത്തിച്ചു. ഇൻസാറ്റ് 3DS അത്യാധുനിക കാലാവസ്ഥാ നിരീക്ഷണ ഉപഗ്രഹമാണ്. PSCക്ക് ഇഷ്ടപ്പെട്ടതാണ് കേട്ടോ ഈ കാലാവസ്ഥാ ഉപഗ്രഹം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ കാലാവസ്ഥാ നിരീക്ഷണ ഉപഗ്രഹമാണ് ആര്? ഇൻസാറ്റ് 3DS എന്നുള്ളത് ഓർക്കുക. വിക്ഷേപണ വാഹനം ഏതാണ്? GSLV F-14 ആണ് കേട്ടോ. GSLV F-14 ആണ് എന്തിനു ഉപയോഗിച്ചത്? നമ്മുടെ ഇൻസാറ്റ് 3DS വിക്ഷേപിക്കാൻ ഉപയോഗിച്ചത്. ഇൻസാറ്റ് 3DSന്റെ പ്രത്യേകത എന്താ? ഇതൊരു കാലാവസ്ഥാ നിരീക്ഷണ ഉപഗ്രഹമാണ്. 2024 മാർച്ച് 22 RLV ലെക്സിന്റെ 2ാം പരീക്ഷണം വിജയകരമായി. RLV എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു റീയൂസിബിൾ ലോഞ്ചിങ് വെഹിക്കിൾ ആണെന്നുള്ളത്. RLVയുടെ മറ്റൊരു പേരെന്താണ്? പുഷ്പക് എന്നാണ്. ഇതും PSC പ്രീവിയസ് ആയി ചോദിച്ചതാണ്. RLV അഥവാ റീയൂസിബിൾ ലോഞ്ചിങ് വെഹിക്കിളിന്റെ മറ്റൊരു പേരെന്താ? പുഷ്പക് എന്നാണ്. അടുത്തതാണ് 2024 ജൂൺ 23. 2024 ജൂൺ 23 RLV ലെക്സിന്റെ 3ാം പരീക്ഷണം വിജയകരമായി. RLV ലെക്സിന്റെ 3ാം പരീക്ഷണം വിജയകരമായി. RLVയുടെ പൂർണ്ണരൂപം എന്താ? വീണ്ടും പറയുന്നു റീയൂസിബിൾ ലോഞ്ചിങ് വെഹിക്കിൾ എന്നാണ്. RLVയുടെ മറ്റൊരു പേരെന്താണ്? പുഷ്പക് എന്നാണ് ഓർക്കുക. 2024 ജൂലൈ 22 വീണ്ടും ഇമ്പോർട്ടന്റ് ആണ്. 2024 ജൂലൈ 22 എയർ ബ്രീത്തിങ് പ്രൊപ്പൽഷൻ സിസ്റ്റത്തിന്റെ പറക്കൽ പരീക്ഷണം നടന്നു. എയർ ബ്രീത്തിങ് പ്രൊപ്പൽഷൻ സിസ്റ്റത്തിന്റെ പറക്കൽ പരീക്ഷണം നടന്നു. വിക്ഷേപണ വാഹനം RH560 സൗണ്ടിങ് റോക്കറ്റ്. വിക്ഷേപണ വാഹനം എന്ന് ചോദിച്ചാൽ RH560 സൗണ്ടിങ് റോക്കറ്റ്. ISROയുടെ സൗണ്ടിങ് റോക്കറ്റുകളുടെ കുടുംബത്തിൽ ഏറ്റവും ഭാരമേറിയ സൗണ്ടിങ് റോക്കറ്റ് എന്നറിയപ്പെടുന്നത് RH560 ആണ്. അതിനകത്താണ് നമ്മൾ എയർ ബ്രീത്തിങ് പ്രൊപ്പൽഷൻ സിസ്റ്റം ഉപയോഗിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്തു? ഈ റോക്കറ്റിനെ പറക്കൽ നടത്തി. ആ പരീക്ഷണം വിജയമായിരുന്നു. അതെന്നായിരുന്നു? 2024 ജൂലൈ 22 2024 ഓഗസ്റ്റ് 16 2024 ഓഗസ്റ്റ് 16 SSLV D3യുടെ 3ാം ഘട്ടം വിജയകരമായി പരീക്ഷിച്ചു. SSLV D3യുടെ 3ാം ഘട്ടം വിജയകരമായി പരീക്ഷിച്ചു. SSLV എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു സ്മോൾ സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ ആണ്. SSLV D3ക്കകത്ത് EOS 8നെ കൃത്യമായിട്ട് ഭ്രമണപഥത്തിലെത്തിച്ചു. EOS അഥവാ എർത്ത് ഓർബിറ്റിംഗ് സാറ്റലൈറ്റ് നോട്ട് 8നെ എന്ത് ചെയ്തു? കൃത്യമായിട്ട് ആരെത്തിച്ചു? SSLV D3 സ്പേസിലെത്തിച്ചു. അതുകൂടെ ഒന്ന് ഓർക്കുക. 2024 നവംബർ 19 2024 നവംബർ 19 GSAT N2. ഏതാണ്? GSAT N2 വിക്ഷേപണ വാഹനം ഫാൽക്കൺ 9 ആണ്. ശ്രദ്ധിച്ചോളണം, തെറ്റരുത്. വിക്ഷേപണ വാഹനം ആരാ? ഫാൽക്കൺ 9 ആണ്. വിക്ഷേപണത്തറ അമേരിക്കയിലെ ഫ്ലോറിഡയിലുള്ള കേപ്പ് കനാവർ ആണ് കേട്ടോ. വിക്ഷേപണത്തറ ഏതാണ്? അമേരിക്കയിലെ ഫ്ലോറിഡയിലുള്ള
കേപ്പ് കനാവറിൽ നിന്നാണ് GSAT-N2 നമ്മൾ വിക്ഷേപിച്ചത്. GSAT-N2ന്റെ പ്രത്യേകത എന്താ? ഇന്ത്യയുടെ ഒരു പുതിയ വിദൂര സംവേദന ഉപഗ്രഹമാണ് GSAT-N2. ഓർക്കണേ, GSAT-N2 എന്ന് പറയുന്ന ഇന്ത്യയുടെ വിദൂര സംവേദന ഉപഗ്രഹമാണ്. ഇത് വിക്ഷേപിച്ചത് ആരാ? ഫാൽക്കൺ 9 ആണ്. എവിടെ നിന്നാണ് വിക്ഷേപിച്ചത്? അമേരിക്കയിലെ ഫ്ലോറിഡയിലുള്ള കേപ്പ് കനാവറിൽ നിന്നാണ്. ഓർക്കുക. 2024 ഡിസംബർ 5 പ്രോബ 3 ദൗത്യം വിജയം കൈവരിച്ചു. ഇനി ചോദിക്കാൻ സാധ്യതയുള്ള ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ് പ്രോബ 3. 2024 ഡിസംബർ 5 പ്രത്യേകം എന്താ? പ്രോബ 3 ദൗത്യം വിജയം കൈവരിച്ചു. യൂറോപ്യൻ ബഹിരാകാശ ഏജൻസിയുടെ ഒരു ഇൻ ഓർബിറ്റ് ഡെമോൺസ്ട്രേഷൻ അഥവാ IOD ദൗത്യമായിരുന്നു പ്രോബ 3 എന്ന് പറയുന്നത്. യൂറോപ്യൻ ബഹിരാകാശ ഏജൻസിയുടെ ഒരു ഇൻ ഓർബിറ്റ് ഡെമോൺസ്ട്രേഷൻ അഥവാ IOD ദൗത്യമായിരുന്നു പ്രോബ 3 എന്ന് പറയുന്നത്. പ്രോബ 3 വിക്ഷേപിച്ച വിക്ഷേപണ വാഹനം PSLV C-59 ആണ്. പ്രോബ 3 വിക്ഷേപിച്ച വിക്ഷേപണ വാഹനം ഏതാ? PSLV C-59 ആണ്. 2024 ഡിസംബർ 30. ഇനി ഇത് ഇമ്പോർട്ടന്റ് ഡേറ്റ് ആയിട്ട് മാറും, പഠിച്ചോളണം. 2024 ഡിസംബർ 30 പ്രത്യേകത എന്താ? സ്പാഡെക്സ് മിഷൻ. ഏതാണ് സ്പാഡെക്സ് മിഷൻ? 2 ചെറിയ ബഹിരാകാശ പേടകങ്ങൾ ഉപയോഗിച്ച് ഇൻ സ്പേസ് ഡോക്കിംഗ് സാധ്യമാക്കുന്നതിന് വേണ്ടി നടത്തിയ പരീക്ഷണമാണ് സ്പാഡെക് മിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. എന്ന് വെച്ചാൽ ഒന്നുമില്ല, സ്പേസിൽ ചെന്നതിന് ശേഷം 2 കൃത്രിമ ഉപഗ്രഹങ്ങൾ അല്ലെങ്കിൽ ബഹിരാകാശ പേടകങ്ങളെ തമ്മിൽ കൂട്ടിയോജിപ്പിക്കുന്ന പദ്ധതിയാണ് സ്പാഡെക് മിഷൻ എന്ന് പറയുന്നത്. ഈ സ്പാഡെക്സ് മിഷന്റെ ആദ്യത്തെ പതിപ്പ് അല്ലെങ്കിൽ ഫസ്റ്റ് ആരംഭിച്ചെന്ന 2024 ഡിസംബർ 30 വിക്ഷേപണ വാഹനം ചോദിച്ചാൽ PSLV C-16 ആണ് കേട്ടോ. PSLV C-16 അഥവാ 60 ആണ് സ്പാഡെക്സ് മിഷന് വേണ്ടി നമ്മൾ ഉപയോഗിച്ചത്. അതുകൂടെ സുഹൃത്തുക്കളെന്ന് ഓർക്കുക. സ്പാഡെക്സ് മിഷൻ ആരംഭിച്ചതെന്ന 2024 ഡിസംബർ 30 ആദിത്യ L1 ദൗത്യത്തിന് ഉപയോഗിച്ച റോക്കറ്റ് ഏതെന്നാണ്? ആദിത്യ L1 ദൗത്യത്തിന് ഉപയോഗിച്ച റോക്കറ്റ് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം PSLV ആണ്. ഇത്തവണ നമ്മൾ പറയാൻ പോകുന്നത് 2025 നമ്മുടെ ISRO നടത്തിയ പ്രധാനപ്പെട്ട കുറച്ച് മിഷൻസ് ആണ്. അവ ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ആദ്യമായിട്ട് പഠിക്കേണ്ടതാണ് ഗഗൻയാൻ 1. എന്താണ് ഗഗൻയാൻ 1? അതായത് ഗഗൻയാൻ പദ്ധതിയുടെ ഭാഗമായിട്ടുള്ള ആദ്യ അൺക്രൂഡ് ടെസ്റ്റ് ഫ്ലൈറ്റ് ആണ്. അതായത് മനുഷ്യരെ കയറ്റാതെ ഗഗൻയാൻ പദ്ധതിക്ക് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഫ്ലൈറ്റ് ഒന്ന് പറത്തി തിരിച്ചുകൊണ്ടൊന്ന് ഇറക്കി. ഇതിനെയാണ് അൺക്രൂഡ് ടെസ്റ്റ് ഫ്ലൈറ്റ് എന്ന് പറയുന്നത്. ഇത് 2025 4ാം പാദത്തിലാണ് നടന്നത്. ഇതിന് ഉപയോഗിച്ച വിക്ഷേപണ വാഹനം എന്നറിയപ്പെടുന്നത് LVM-3 ആണ് കേട്ടോ. ഏതാണ്? LVM-3 ആണ്. ഇതിന്റെ പ്രത്യേകത എന്താ? ഇന്ത്യയുടെ മനുഷ്യനെ ബഹിരാകാശത്തേക്ക് അയക്കുന്ന ഗഗൻയാൻ ദൗത്യത്തിന്റെ ആദ്യ ആളില്ലാ പരീക്ഷണ വിക്ഷേപണമായിരുന്നു ഈ 2025 നടന്നത്. അപ്പോൾ ഗഗൻയാൻ 1ന്റെ ആദ്യത്തെ അൺക്രൂഡ് ആളില്ലാത്ത ടെസ്റ്റ് ഫ്ലൈറ്റ് നടന്നു. ഇത് 2025 നടന്നത്. ഇതിനുവേണ്ടി ഉപയോഗിച്ച വിക്ഷേപണ വാഹനം ഏതാ? LVM-3 ആണ്. ഇതിന്റെ പ്രത്യേകത എന്താ പറഞ്ഞത്? ഇന്ത്യയുടെ മനുഷ്യനെ ബഹിരാകാശത്തേക്ക് അയക്കുന്ന ഗഗൻയാൻ ദൗത്യത്തിന്റെ ആദ്യ ആളില്ലാ പരീക്ഷണ വിക്ഷേപണമായിരുന്നു ഇത്. അടുത്തതാണ് LVM-3 ബ്ലോക്ക് 2 ബ്ലൂ ബേർഡ് സാറ്റലൈറ്റ്. LVM-3 ബ്ലോക്ക് 2 ബ്ലൂ ബേർഡ് സാറ്റലൈറ്റ് 2025 മെയ് മാസത്തിലാണ് ഇത് വിക്ഷേപിക്കപ്പെട്ടത്. LVM-3 റോക്കറ്റ് തന്നെയാണ് ഇതിന് ഉപയോഗിച്ചത്. ഇതിന്റെ പ്രത്യേകത എന്താണ്? AST സ്പേസ് മൊബൈലിന്റെ വാണിജ്യ ഉപഗ്രഹത്തിന്റെ പേരാണ് ബ്ലൂ ബേർഡ് സാറ്റലൈറ്റ് എന്ന് ഓർത്തോളെ. AST സ്പേസ് മൊബൈലിന്റെ വാണിജ്യ ഉപഗ്രഹത്തിന്റെ പേരെന്തായിരുന്നു? ബ്ലൂ ബേർഡ് സാറ്റലൈറ്റ് എന്നായിരുന്നു. ഈ ബ്ലൂ ബേർഡ് സാറ്റലൈറ്റിനെ വിക്ഷേപിച്ചത് 2025 അതിനുവേണ്ടി നമ്മൾ ഉപയോഗിച്ച വിക്ഷേപണ വാഹനം ഏതാ? LVM-3 ആണ്. അടുത്തതാണ് 2025 നമ്മൾ വിക്ഷേപിച്ച GSAT-32. GSAT-32 ഇതിന്റെ പ്രത്യേകത എന്താ? ഇതൊരു ആശയവിനിമയ സാറ്റലൈറ്റ് ആണ്. ഒരു ആശയവിനിമയ സാറ്റലൈറ്റ് ആണ് ഏത്? GSAT-32 എന്ന് പറയുന്നത്. അത് 3 എണ്ണമുണ്ട്. GSAT-32, GSAT-22, GSAT-23. ഇതെല്ലാം വിക്ഷേപിച്ചിരിക്കുന്ന ഏത് വഴിയാണ്? LVM-3 എന്ന് പറയുന്ന റോക്കറ്റ് ഉപയോഗിച്ച് തന്നെയാണ്. കൺഫ്യൂഷൻ ഒന്നും പാടില്ലേ. GSAT-32, GSAT-22, GSAT-23 ഇങ്ങനെ 3 ആശയവിനിമയ ഉപഗ്രഹങ്ങൾ 2025 നമ്മൾ വിക്ഷേപിച്ചിരുന്നു. അതിനെല്ലാം നമ്മൾ ഉപയോഗിച്ചത് ഏത് റോക്കറ്റാ? LVM-3 റോക്കറ്റ് ആണ്. ഓർക്കുക. ഇനി LVM-3യുടെ പൂർണ്ണ രൂപം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓർക്കുക, ലോഞ്ച് വെഹിക്കിൾ മാർക്ക് 3 എന്നാണ് കേട്ടോ. ലോഞ്ച് വെഹിക്കിൾ മാർക്ക് 3 എന്നാണ് LVM-3യുടെ പൂർണ്ണ രൂപം എന്ന് പറയുന്നത്. നമ്മുടെ പണ്ടത്തെ PSLV മാർക്ക് 3 ഇല്ലേ സുഹൃത്തുക്കളെ? ആ മാർക്ക് 3നെ തന്നെയാണ് ഇപ്പൊ എന്തെന്ന് വിളിക്കുന്നത്? LVM-3 എന്നുള്ള പേരിൽ വിളിക്കുന്നത്. അതുകൂടെ ഓർക്കുക. GSLV മാർക്ക് 3നെ ഇപ്പൊ വിളിക്കുന്ന പേരെന്താണ്? LVM-3 എന്നാണ്. LVM-3 മീൻസ് എന്താ ഉദ്ദേശിക്കുന്നത്? ലോഞ്ച് വെഹിക്കിൾ
മാർക്ക് 3 എന്നാണ്. അടുത്തതായി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഭൂമിയുടെ ഉപഗ്രഹമായ ചന്ദ്രനെ അടുത്തറിയുക എന്ന ലക്ഷ്യത്തോടു കൂടി ഇന്ത്യ വിക്ഷേപിച്ച ബഹിരാകാശ പേടകമാണ് ചന്ദ്രയാൻ. ഭൂമിയുടെ ഉപഗ്രഹമായ ചന്ദ്രനെ അടുത്തറിയുക എന്ന ലക്ഷ്യത്തോടു കൂടി ഇന്ത്യ വിക്ഷേപിച്ച ബഹിരാകാശ പേടകമാണ് ചന്ദ്രയാൻ. ചന്ദ്രയാൻ പദ്ധതി ആരംഭിച്ച വർഷം 2003 പഠിച്ചു വെക്കുക. ചന്ദ്രയാൻ പദ്ധതി ആരംഭിച്ച വർഷം 2003. ചന്ദ്രയാൻ പദ്ധതിക്ക് തുടക്കം കുറിച്ച പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയി. മറക്കരുത്, ചന്ദ്രയാൻ പദ്ധതിക്ക് തുടക്കം കുറിച്ച പ്രധാനമന്ത്രി ആരാണ്? അടൽ ബിഹാരി വാജ്പേയി ആണ് 2003. ഇന്ത്യയുടെ ആദ്യത്തെ ചാന്ദ്ര ദൗത്യം അറിയപ്പെടുന്ന പേരാണ് ചന്ദ്രയാൻ 1. ഇന്ത്യയുടെ ആദ്യത്തെ ചാന്ദ്ര ദൗത്യം അറിയപ്പെടുന്ന പേരാണ് ചന്ദ്രയാൻ 1. ചന്ദ്രയാൻ 1 വിക്ഷേപിച്ച വർഷം 2008 ഒക്ടോബർ 22. പഠിച്ചു വെച്ചോളണേ, ഇമ്പോർട്ടന്റ് പോയിന്റാ പറഞ്ഞത്. ഇപ്പോഴും PSCയുടെ ട്രെൻഡിങ് കിടക്കുന്ന ചോദ്യമാണ് പറഞ്ഞത്. ചന്ദ്രയാൻ 1 വിക്ഷേപിച്ച വർഷം 2008 ഒക്ടോബർ 22. ചന്ദ്രയാൻ 1 വിക്ഷേപിക്കാൻ ഉപയോഗിച്ച വാഹനം PSLV C-11. ചന്ദ്രയാൻ 1 വിക്ഷേപിക്കാൻ ഉപയോഗിച്ച വാഹനം ഏതാ സുഹൃത്തുക്കളെ? PSLV C-11. ചന്ദ്രയാൻ 1 വിക്ഷേപിച്ചത് എവിടെ നിന്നെന്ന് ചോദിച്ചാൽ അത് സതീഷ് ധവാൻ സ്പേസ് സെന്റർ ശ്രീഹരിക്കോട്ടയിൽ നിന്നാണ്. അപ്പോ ചന്ദ്രയാൻ 1ന്റെ വിക്ഷേപണ തറ എന്നറിയപ്പെടുന്നത് സതീഷ് ധവാൻ സ്പേസ് സെന്റർ ശ്രീഹരിക്കോട്ടയാണ്. ഈ പറഞ്ഞിരിക്കുന്ന ചന്ദ്രയാൻ 1 ആയാലും 2 ആയാലും 3 ആയാലും എല്ലാം സതീഷ് ധവാൻ സ്പേസ് സെന്റർ ശ്രീഹരിക്കോട്ട തന്നെയാണ് കേട്ടോ. എന്നാലും നമ്മൾ എടുത്തു പറഞ്ഞതേ ഉള്ളൂ. അപ്പൊ ചന്ദ്രയാൻ 1ന്റെ വിക്ഷേപണ തറ എന്ന് ചോദിച്ചാൽ സതീഷ് ധവാൻ സ്പേസ് സെന്റർ ശ്രീഹരിക്കോട്ട. പ്രധാനമായും ചന്ദ്രയാൻ 1ന്റെ കണ്ടെത്തൽ എന്തെന്ന് ചോദിച്ചാൽ ചന്ദ്രന്റെ ഉപരിതലത്തിൽ ജലത്തിന്റെ സാന്നിധ്യം കണ്ടെത്തി. എന്താണ് പ്രധാനപ്പെട്ട ചന്ദ്രയാൻ 1ന്റെ കണ്ടെത്തൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചന്ദ്രന്റെ ഉപരിതലത്തിൽ ജലത്തിന്റെ സാന്നിധ്യം കണ്ടെത്തി. ചന്ദ്രയാൻ 1ന്റെ പ്രവർത്തനം അവസാനിച്ച വർഷം 2009 ഓഗസ്റ്റ് 28. ചന്ദ്രയാൻ 1ന്റെ പ്രവർത്തനം അവസാനിച്ച വർഷം 2009 ഓഗസ്റ്റ് മാസം 28 ചന്ദ്രയാൻ 1 വിക്ഷേപിക്കുന്ന സമയത്ത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് ആണ്. ചന്ദ്രയാൻ 1 വിക്ഷേപിക്കുന്ന സമയത്ത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആരായിരുന്നു? മൻമോഹൻ സിംഗ് ആയിരുന്നു. അതുപോലെ തന്നെ ചന്ദ്രയാൻ 1 വിക്ഷേപിക്കുന്ന സമയത്ത് ISROയുടെ ചെയർമാൻ G മാധവൻ നായർ ആയിരുന്നു. ഇത് രണ്ടും പഠിക്കണേ. ചന്ദ്രയാൻ 1 വിക്ഷേപിക്കുന്ന സമയത്ത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആരെന്ന് ചോദിച്ചാൽ മൻമോഹൻ സിംഗ് ആയിരുന്നു. ചന്ദ്രയാൻ 1 വിക്ഷേപിക്കുന്ന സമയത്ത് ISROയുടെ ചെയർമാൻ G മാധവൻ നായർ ആയിരുന്നു. പഠിച്ചു വെക്കുക. അടുത്തതായി നമുക്ക് പഠിക്കുവാനുള്ളതാണ് ചന്ദ്രയാൻ 2നെ പറ്റി. PSCയുടെ ട്രെൻഡിങ് കിടക്കുന്നതാണ്. ചന്ദ്രയാൻ 1, ചന്ദ്രയാൻ 2, ചന്ദ്രയാൻ 3 പഠിച്ചു വെക്കുക. ഇന്ത്യയുടെ രണ്ടാമത്തെ ചാന്ദ്ര ദൗത്യം എന്നറിയപ്പെടുന്നത് ചന്ദ്രയാൻ 2. ഇന്ത്യയുടെ രണ്ടാമത്തെ ചാന്ദ്ര ദൗത്യം എന്നറിയപ്പെടുന്നത് ചന്ദ്രയാൻ 2. ചന്ദ്രയാൻ 2 വിക്ഷേപിച്ച തീയതി 2019 ജൂലൈ മാസം 22. ചന്ദ്രയാൻ 2 വിക്ഷേപിച്ച തീയതി എത്രയാണ്? 2019 ജൂലൈ മാസം 22. ചന്ദ്രയാൻ 2 ആയോണ്ട് ജൂലൈ 22 എന്ത് ചെയ്തു? നമ്മൾ വിക്ഷേപിച്ചു എന്നങ്ങ് പഠിച്ചു വെക്കുക. വർഷം എത്രയാണ്? 2019. ചന്ദ്രയാൻ 2 വിക്ഷേപണ വാഹനം GSLV Mark 3 M1 ആണ്. GSLV Mark 3 M1 ആണ് ചന്ദ്രയാൻ 2 വിക്ഷേപിക്കാനായിട്ട് ഉപയോഗിച്ച വിക്ഷേപണ വാഹനം എന്ന് പറയുന്നത്. പഠിച്ചു വെക്കുക. ചന്ദ്രയാൻ 2ന്റെ വിക്ഷേപണ തറ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന സതീഷ് ധവാൻ സ്പേസ് സെന്റർ ശ്രീഹരിക്കോട്ട. ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ചന്ദ്രയാൻ 2ന്റെ വിക്ഷേപണ തറ സതീഷ് ധവാൻ സ്പേസ് സെന്റർ ശ്രീഹരിക്കോട്ട. ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ ഇറങ്ങുന്നതിന് വേണ്ടി ചന്ദ്രയാൻ 2ന്റെ ഭാഗമായിരുന്ന ലാൻഡർ ആയിരുന്നു വിക്രം ലാൻഡർ. ചന്ദ്രോപരിതലത്തിനെ കുറിച്ച് പഠിക്കുവാൻ വേണ്ടി ചന്ദ്രയാൻ 2ന്റെ ഭാഗമായിരുന്ന റോവർ ആയിരുന്നു പ്രഗ്യാൻ. ഇത് രണ്ടും ഇമ്പോർട്ടന്റ് ആണ്. PSCയുടെ ട്രെൻഡിങ് കിടക്കുന്ന ചോദ്യമാണ്. അതിന് പ്രധാനപ്പെട്ട ഒരു കാരണമുണ്ട്, അതും നമുക്ക് പറയാം. ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ ഇറങ്ങുന്നതിന് വേണ്ടി ചന്ദ്രയാൻ 2ന്റെ ഭാഗമായിരുന്ന ലാൻഡർ ചോദിച്ചാൽ അത് വിക്രം ലാൻഡർ ആണ്. ചന്ദ്രോപരിതലത്തിനെ കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടി ചന്ദ്രയാൻ 2ന്റെ ഭാഗമായിരുന്ന റോവർ ചോദിച്ചു കഴിഞ്ഞാൽ അത് പ്രഗ്യാൻ ആണ്. എന്താ സുഹൃത്തുക്കളെ ലാൻഡറും റോവറും തമ്മിലുള്ള വ്യത്യാസം ഒന്ന് ആദ്യം മനസ്സിലാക്കുക. ലാൻഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രദേശത്ത് നമ്മൾ ഇറക്കി കഴിഞ്ഞാൽ പിന്നെ അവന് മൂവ്മെന്റ് ഒന്നുമില്ല. അവൻ എന്ത് ചെയ്യും? ഒരു സ്ഥലത്ത് അതുപോലെ നിശ്ചല അവസ്ഥയിലിരിക്കും. ഇതിനെയാണ് ലാൻഡർ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇനി എന്താണ് റോവർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഇവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവനെ ചലിക്കുന്ന ചക്രങ്ങൾ കാണും. ഇവനകത്ത് ഈ റോവറിനകത്ത് എന്തുണ്ട്? ചലിക്കുന്ന അല്ലെങ്കിൽ മോട്ടോർ ഉപയോഗിച്ച് ചലിക്കുന്ന ചക്രങ്ങൾ കാണും. അതുകൊണ്ട് തന്നെ ഇവയ്ക്ക് മൂവ്മെന്റ് സാധ്യമാണ്. അല്ലെങ്കിൽ നമ്മൾ എവിടെയാണോ വിക്ഷേപിക്കുന്നത് ആ ലൊക്കേഷനിൽ എത്തിയതിനു ശേഷം ഇവൻ ആ ലൊക്കേഷനിൽ കൂടെ സഞ്ചരിക്കുവാനുള്ള കഴിവുണ്ട്. അപ്പോ റോവറുകൾ ഉരുണ്ട് പ്രദേശങ്ങളെല്ലാം പഠിക്കുമ്പോൾ ലാൻഡർ ഒരു പ്രദേശത്തെത്തി ആ പ്രദേശത്തിലെ പ്രത്യേക ഒരു ഭാഗം മാത്രം എന്ത് ചെയ്യും? പഠിക്കുവാൻ എന്ത് ചെയ്യും? ശ്രമിക്കുക. അപ്പൊ ഈ ഒരു ഭാഗം സുഹൃത്തുക്കൾ ഓർത്തു വെച്ചേക്കുക. എന്താണ് റോവർ എന്നും എന്താണ് ലാൻഡർ എന്നും
വ്യക്തമായിട്ട് മനസ്സിലാക്കി വെച്ചിട്ട് വേണം മുന്നോട്ട് പോവാനായിട്ട്. അപ്പോ ചന്ദ്രയാനിലുണ്ടായിരുന്ന ലാൻഡർ എന്ന് ചോദിച്ചാൽ അത് വിക്രമും, അതുപോലെ ചന്ദ്രനിലെ ഉപരിതലത്തെ കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടി ചന്ദ്രയാനിലുണ്ടായിരുന്ന റോവർ എന്ന് ചോദിച്ചാൽ അത് പ്രഖ്യാനുമാണ്. ചന്ദ്രയാൻ 2 ചന്ദ്രനിലെത്തിയ തീയതി 2019 ഓഗസ്റ്റ് 20. എല്ലാ 2ന്റെ കളിയാണ് കേട്ടോ. ചന്ദ്രയാൻ 2 ചന്ദ്രനിലെത്തിയ തീയതി ചോദിച്ചു കഴിഞ്ഞാൽ 2019 ഓഗസ്റ്റ് 20. അതിൽ 2 ഓഗസ്റ്റ് 20. ചന്ദ്രയാൻ 2 പ്രോജക്ട് ഡയറക്ടർ മുത്തയ്യ വനിത. ചന്ദ്രയാൻ 2 പ്രോജക്ട് ഡയറക്ടർ ആരാണ്? മുത്തയ്യ വനിതയാണ്. ചന്ദ്രയാൻ 2 മിഷൻ ഡയറക്ടർ റിതു കരിന്താൾ. ചന്ദ്രയാൻ 2 മിഷൻ ഡയറക്ടർ ആരാണ്? റിതു കരിന്താൾ ആണ്. ചന്ദ്രയാൻ 2 വിക്ഷേപണ സമയത്ത് ISRO ചെയർമാൻ കെ ശിവൻ ആയിരുന്നു. ചന്ദ്രയാൻ 2 വിക്ഷേപണ സമയത്ത് ISROയുടെ ചെയർമാൻ ആരായിരുന്നു? കെ ശിവൻ ആയിരുന്നു. ഇത്രയും ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്, നന്നായിട്ട് പഠിക്കുക. അടുത്തതായി നമുക്ക് പഠിക്കുവാനുള്ളതാണ് ചന്ദ്രയാൻ 3. ഇന്ത്യയുടെ 3ാമത്തെ ചാന്ദ്ര ദൗത്യം എന്നറിയപ്പെടുന്നത് ചന്ദ്രയാൻ 3 ആണ്. ഇത് നമ്മുടെ കറണ്ട് അഫേഴ്സ് ആണ്, നന്നായിട്ട് പഠിക്കാൻ ശ്രമിക്കുക. ചന്ദ്രയാൻ 3 എന്നുള്ളത് ഇന്ത്യയുടെ 3ാമത്തെ ചാന്ദ്ര ദൗത്യമാണ്. ചന്ദ്രയാൻ 3 വിക്ഷേപിക്കപ്പെട്ട തീയതി 2023 ജൂലൈ മാസം 14-ാം തീയതി. ചന്ദ്രയാൻ 3 വിക്ഷേപിക്കപ്പെട്ട തീയതി എത്രയാണ്? 2023 ജൂലൈ മാസം 14-ാം തീയതി. ചന്ദ്രയാൻ 3 ആയതുകൊണ്ട് വിക്ഷേപിച്ച എത്രയിലാണ്? 2023. ചന്ദ്രയാൻ 3 ആയതുകൊണ്ട് 2023 വിക്ഷേപിച്ചതെന്ന് പഠിക്കുക. ചന്ദ്രയാൻ 3 വിക്ഷേപണ വാഹനമാണ് LMV-3M4 റോക്കറ്റ്. LMV-3M4 റോക്കറ്റ് എന്ന് പറയുന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിരുന്നു. നമ്മുടെ GSLV Mark 3 റോക്കറ്റിന്റെ പേര് മാറ്റിയിരുന്നു എന്നുള്ളത്. അതിന്റെ പുതിയ നാമമാണ് LMV-3 എന്നുള്ളത്. അപ്പോൾ LMV-3M4 എന്ന് പറയുന്ന റോക്കറ്റിലാണ് ചന്ദ്രയാൻ 3 നമ്മൾ വിക്ഷേപിച്ചത്. ചന്ദ്രയാൻ 3 വിക്ഷേപണത്തറ നമുക്ക് എല്ലാം അറിയാം. സതീഷ് ധവാൻ സ്പേസ് സെന്റർ, ശ്രീഹരിക്കോട്ട. അതിനെടുത്ത് പറയുന്നില്ല. ചന്ദ്രയാൻ 3 ലാൻഡർ ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ സോഫ്റ്റ് ലാൻഡ് ചെയ്ത തീയതി. ഇത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് ഈ മിഷന്റെ. ചന്ദ്രയാൻ 3 ലാൻഡർ ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ സോഫ്റ്റ് ലാൻഡ് ചെയ്ത തീയതി ചോദിച്ചാൽ 2023 ഓഗസ്റ്റ് മാസം 23-ാം തീയതി. 2023 ഓഗസ്റ്റ് മാസം 23-ാം തീയതി. 23 പഠിക്കാൻ എളുപ്പമല്ലേ? 23 മറക്കരുത്. ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ പേടകം സോഫ്റ്റ് ലാൻഡ് ചെയ്യിപ്പിച്ച ആദ്യത്തെ രാജ്യം ഇന്ത്യയായി. അങ്ങനെ ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിലെ പേടകം സോഫ്റ്റ് ലാൻഡ് ചെയ്യിപ്പിച്ച ആദ്യത്തെ രാജ്യം ആരായി മാറി? ഇന്ത്യയായി മാറി. ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്, ഒന്നുകൂടി പറയുവാണ്. ചന്ദ്രയാൻ 3 ലാൻഡർ ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ സോഫ്റ്റ് ലാൻഡ് ചെയ്ത തീയതി ചോദിച്ചാൽ 2023 ഓഗസ്റ്റ് 23. ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ പേടകം സോഫ്റ്റ് ലാൻഡ് ചെയ്യിപ്പിച്ച ആദ്യത്തെ രാജ്യമായി അങ്ങനെ ഇന്ത്യ മാറി. ചന്ദ്രയാൻ 3 ലാൻഡറിന്റെ പേരാണ് വിക്രം ലാൻഡർ. പഴയ ലാൻഡറും പഴയ റോവറും തന്നെയാണ്, പേരിന് ഒരു വ്യത്യാസവുമില്ല. ചന്ദ്രയാൻ 3 ലാൻഡറിന്റെ പേരാണ് വിക്രം ലാൻഡർ. വിക്രം ലാൻഡർ ഇറങ്ങിയ ചന്ദ്രനിലെ പ്രദേശത്ത് അറിയപ്പെടുന്ന പുതിയ പേരാണ് ശിവശക്തി. പഠിച്ചു വെച്ചോളെ. വിക്രം ലാൻഡർ ഇറങ്ങിയ ചന്ദ്രനിലെ പ്രദേശം അറിയപ്പെടുന്ന പുതിയ പേരാണ് ശിവശക്തി. ഏതൊക്കെ ചാന്ദ്ര ഗർത്തങ്ങൾക്കിടയിലാണ് വിക്രം ലാൻഡർ സോഫ്റ്റ് ലാൻഡ് ചെയ്തത് എന്ന് പഠിച്ചു വെച്ചിരിക്കുക. മാൻസിനസ് സിയും അതുപോലെ തന്നെ സിംപേലിയസ് N എന്നീ 2 ഗർത്തങ്ങൾക്കിടയിലാണ് ആരിറങ്ങിയത്? വിക്രം ലാൻഡർ ലാൻഡ് ചെയ്തത്. പഠിക്കുക. മാൻസിനസ് സിയും അതുപോലെ തന്നെ സിംപേലിയസ് Nഉം എന്ന് പറയുന്ന 2 ഗർത്തങ്ങൾക്കിടയിൽ അല്ലെങ്കിൽ ക്രേറ്ററുകൾക്കിടയിലാണ് ആരിറങ്ങിയത്? നമ്മുടെ വിക്രം ലാൻഡർ ഇറങ്ങിയതെന്നങ്ങ് പഠിച്ചു വെച്ചേക്കുക. ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. അടുത്തതായി നമുക്ക് പഠിക്കാനുള്ളതാണ് വിക്രം ലാൻഡറിന്റെ ഭാഗമായിട്ട് കുറച്ച് ഉപകരണങ്ങൾ കൂടിയുണ്ട്. PSCയുടെ ഇപ്പോഴത്തെ ട്രെൻഡിങ്ങിൽ കിടക്കുന്ന ചോദ്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ് വരുന്നത്. ഇത്തരം ചോദ്യങ്ങൾ കാണുമ്പോഴാണ് നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാകുന്നത്. അപ്പോൾ നമ്മൾ പഠിക്കാൻ പോവുകയാണ് വിക്രം ലാൻഡറിന്റെ ഭാഗമായി ഉണ്ടായിരുന്ന പ്രധാനപ്പെട്ട ISRO നിർമ്മിത ഉപകരണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത്. ചന്ദ്രോപരിതലത്തിലെ പ്ലാസ്മയെ കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടിയിട്ട് റംഭ LP എന്നുള്ള ഉപകരണം വിക്രം ലാൻഡറിൽ ഉണ്ടായിരുന്നു. ചന്ദ്രന്റെ ഉപരിതലത്തിൽ ഉണ്ടാകുന്ന പ്ലാസ്മയെ കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടി റംഭ LP എന്ന് പറയുന്ന ഉപകരണം എന്തിൽ കണക്ട് ചെയ്തിരുന്നു? നമ്മുടെ വിക്രം ലാൻഡറിൽ ഉണ്ടായിരുന്നു. ചന്ദ്രോപരിതലത്തിലെ താപനിലയെ കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടിയുള്ള ഉപകരണമായിരുന്നു ചാസിറ്റ്. എന്താ അവന്റെ പേര്? ചാസിറ്റ് എന്നായിരുന്നു. എന്താ അവന്റെ ഫുൾ ഫോം എന്ന് സുഹൃത്തുക്കൾ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചിരിക്കുക. ചന്ദ്രയാൻ സർഫസ് തെർമോ ഫിസിക്കൽ എക്സ്പെരിമെന്റ്. എന്താണ് ചന്ദ്രയാൻ സർഫസ് തെർമോ
ഫിസിക്കൽ എക്സ്പെരിമെന്റ് എന്നാണ് ഈ ചാസറ്റിന്റെ പേരെന്ന് പറയുന്നത്. ഒന്ന് ഓർത്ത് വെച്ചിരുന്നാൽ മതി. ലാൻഡറിന് ചുറ്റുമുള്ള ചന്ദ്രോപരിതലത്തിൽ ഉണ്ടാകുന്ന ഭൂകമ്പങ്ങളെ കുറിച്ച് പഠിക്കാനായിട്ടാണ് ഇലിസ എന്ന ഉപകരണം ഉപയോഗിച്ചു. ഒന്നുകൂടി പറയാം, ലാൻഡറിന് ചുറ്റുമുള്ള ചന്ദ്രോപരിതലത്തിൽ ഉണ്ടാകുന്ന ഭൂകമ്പങ്ങളെ കുറിച്ച് പഠിക്കുവാൻ വേണ്ടിയിട്ടാണ് ഇലിസ എന്ന് പറയുന്ന ഉപകരണം എന്ത് ചെയ്തു, ഘടിപ്പിച്ചിരുന്നു വിക്രം ലാൻഡറിൽ. ഈ ഇലിസ ഉപകരണത്തിന്റെ ഫുൾ ഫോം എന്നൂടി ഒന്ന് പഠിച്ചു വെച്ചേക്കുക. ഇൻസ്ട്രുമെന്റ് ഫോർ ലൂണാർ സിസ്മിക് ആക്ടിവിറ്റി എന്നാണ് ഈ പറയുന്ന ഉപകരണത്തിന്റെ പേരെന്ന് പറയുന്നത്. കൺഫ്യൂഷൻ ഒന്നും വേണ്ട, ഒന്നുകൂടി പറയുവാണ്. ലാൻഡറിന് ചുറ്റുമുള്ള ചന്ദ്രോപരിതലത്തിൽ ഉണ്ടാകുന്ന ഭൂകമ്പങ്ങളെ കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിച്ചിരുന്ന ഉപകരണം അറിയപ്പെടുന്ന പേരാണ് ഇലിസ എന്നുള്ളത്. ഈ ഇലിസയുടെ ഫുൾ ഫോം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇൻസ്ട്രുമെന്റ് ഫോർ ലൂണാർ സിസ്മിക് ആക്ടിവിറ്റീസ് എന്നാണ്. ഇൻസ്ട്രുമെന്റ് ഫോർ ലൂണാർ സിസ്മിക് ആക്ടിവിറ്റീസ് എന്നാണ്. ചന്ദ്രയാൻ 3 റോവർ ആയിരുന്നു പ്രഗ്യാൻ. നേരത്തെ റോവർ തന്നെയാണ്. ചന്ദ്രയാൻ 2 അതേ റോവർ തന്നെയാണ് ചന്ദ്രയാൻ 3 ഉപയോഗിച്ചത്. അവന്റെ പേരെന്താണ്? പ്രഗ്യാൻ എന്നാണ്. പ്രഗ്യാൻ റോവറിന്റെ ഭാഗമായുള്ള ഉപകരണം കൂടി പഠിച്ചു കഴിഞ്ഞാൽ മാത്രമേ നമ്മുടെ ചന്ദ്രയാൻ 3 ഇവിടെ അവസാനിക്കുകയുള്ളൂ. അപ്പൊ നമുക്ക് സമയം കളയേണ്ട. പ്രഗ്യാൻ റോവറിന്റെ ഭാഗമായിട്ടുള്ള ഉപകരണങ്ങൾ ഏതൊക്കെയെന്നുള്ളത് പഠിക്കാം. ചന്ദ്രോപരിതലത്തിൽ കാണപ്പെടുന്ന ലോഹങ്ങളെ കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടിയിട്ട് ആപ്സിക്സ് എന്ന് പറയുന്ന ഉപകരണം ഉപയോഗിച്ചു. APXS എന്നുള്ള ഉപകരണം, ആപ്സിക്സ് എന്നുള്ള ഉപകരണം ഉപയോഗിച്ചു. ചന്ദ്രോപരിതലത്തിൽ കാണപ്പെടുന്ന ലോഹങ്ങളെ കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടി ആപ്സിക്സ് എന്ന ഉപകരണം ഉപയോഗിച്ചു. അതിന്റെ ഫുൾ ഫോം എന്തെന്ന് ചോദിച്ചാൽ സുഹൃത്തുക്കൾ ഒന്ന് കേട്ടിരുന്നാൽ മതി. ആൽഫ പാർട്ടിക്കിൾ എക്സ്റേ സ്പെക്ട്രോമീറ്റർ എന്നാണ് അതിന്റെ അർത്ഥം. ആൽഫ പാർട്ടിക്കിൾ എക്സ്റേ സ്പെക്ട്രോമീറ്റർ എന്നാണ് ആപെക്സിന്റെ അർത്ഥം എന്ന് പറയുന്നത്. ഒന്ന് ഓർത്ത് വെച്ചിരിക്കുക. ചന്ദ്രോപരിതലത്തിലെ രാസഘടന മനസ്സിലാക്കുന്നതിന് വേണ്ടി ലിപ്സ് എന്ന് പറയുന്ന ഒരു ഉപകരണം ഉണ്ടായിരുന്നു പ്രഗ്യാൻ റോവറിൽ. ഒന്നുകൂടി പറയാം, ചന്ദ്രോപരിതലത്തിലെ രാസഘടന മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് ലിബ്സ് എന്ന് പറയുന്ന ഒരു ഉപകരണം ഉണ്ടായിരുന്നു നമ്മുടെ പ്രഗ്യാൻ റോവറിൽ. ആ ലിബ്സിന്റെ ഫുൾ ഫോം എന്തെന്ന് ചോദിച്ചാൽ ലേസർ ഇൻഡ്യൂസ്ഡ് ബ്രേക്ക് ഡൗൺ സ്പെക്ട്രോസ്കോപ്പ് എന്നാണ്. ലേസർ ഇൻഡ്യൂസ്ഡ് ബ്രേക്ക് ഡൗൺ സ്പെക്ട്രോസ്കോപ്പ് എന്നാണ് ആ ഉപകരണത്തിന്റെ ഫുൾ പേരെന്ന് പറയുന്നത്. ഈ ഫുൾ പേരെന്ന് ഓർത്ത് വെച്ചിരുന്നാൽ മതി. ലേസർ ഇൻഡ്യൂസ്ഡ് ബ്രേക്ക് ഡൗൺ സ്പെക്ട്രോസ്കോപ്പ് എന്നാണ് അത് അറിയപ്പെടുന്നത്. ചന്ദ്രയാൻ ദൗത്യം എത്ര ദിനങ്ങളാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മറക്കരുത്, 14 ഭൗമ ദിനങ്ങളാണ്. എത്ര ദിനങ്ങളാ സുഹൃത്തുക്കളെ? 14 ഭൗമ ദിനങ്ങളാണ്. ഭൂമിയിലെ 14 ദിവസങ്ങളാണ് എന്ത് ചെയ്തത്? ചന്ദ്രയാൻ 3 അതിന്റെ ദൗത്യം നടത്തിയത്. അതായത് അതൊരു ചാന്ദ്ര ദിനത്തിന് തുല്യമാണ്, അല്ലെങ്കിൽ അത് ചന്ദ്രനിലെ ഒരു ദിനത്തിന് തുല്യമാണ്. എത്രയെന്ന് പറയുന്നത്? ഭൂമിയിലെ 14 ദിനം എന്ന് പറയുന്നത്. ഒന്നുകൂടി പറയാം, ചന്ദ്രയാൻ 3ന്റെ ദൗത്യം എത്ര ദിനങ്ങൾ നീണ്ടു നിന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് 14 ഭൗമ ദിനങ്ങൾ നീണ്ടു നിന്നു. ഇപ്പോഴങ്ങോട്ട് കറണ്ട് അഫേഴ്സ് ആയിട്ട് ചോദിച്ച ചോദ്യമാണ്. 14 ഭൗമ ദിനങ്ങൾ എന്ത് ചെയ്തു? നീണ്ടു നിന്നു. ഇതെന്ന് പറയുന്നത് ഒരു ചാന്ദ്ര ദിനത്തിന് തുല്യമാണ്. ഈ 14 ഭൗമ ദിനങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചാന്ദ്ര ദിനത്തിന് തുല്യമാണ്. ചന്ദ്രയാൻ 3ന്റെ വിക്ഷേപണ സമയത്ത് ISRO ചെയർമാൻ മലയാളിയായിട്ടുള്ള S സോമനാഥനാണ്. ചന്ദ്രയാൻ 3ന്റെ വിക്ഷേപണ സമയത്ത് ISRO ചെയർമാൻ ആയിരുന്നു ചോദിച്ചു കഴിഞ്ഞാൽ S സോമനാഥനാണ്. പഠിക്കുക. അടുത്തതായി നമുക്ക് പഠിക്കുവാനുള്ളത് ലോകവും ശാസ്ത്ര സാങ്കേതിക മേഖലയുമാണ് കേട്ടോ. കുറച്ച് ക്വസ്റ്റ്യൻസ് ഇതിൽ നിന്ന് അതിലോട്ട് വന്നിട്ടുണ്ട്, കുഴപ്പമില്ല. ലോകവും ശാസ്ത്ര സാങ്കേതിക മേഖലയും. ലോകവും ശാസ്ത്ര സാങ്കേതിക മേഖലയും എന്ന് പറയുന്ന പോയിന്റിൽ ഏറ്റവും കൂടുതൽ PSC ചോദിക്കുന്നത് ലോകത്തിന്റെ തന്നെ ബഹിരാകാശ മേഖലയെ പറ്റിയിട്ടാണ് കേട്ടോ. അതുകൊണ്ട് അത് നമുക്ക് വ്യക്തമായിട്ട് പഠിക്കണം. ലോക ബഹിരാകാശ മേഖലയില് 2024 എന്തൊക്കെ സംഭവിച്ചു എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. പ്രപഞ്ചത്തിലെ ഇരുണ്ട ഊർജത്തെ അഥവാ ഡാർക്ക് എനർജിനെയും ശ്യാമദ്രവ്യത്തെയും കുറിച്ച് പഠിക്കുവാനായി യൂറോപ്യൻ സ്പേസ് ഏജൻസി വിക്ഷേപിച്ച ദൂരദർശിനിയാണ് യൂക്ലിഡ്. എന്താണ് പറഞ്ഞത്? പ്രപഞ്ചത്തിന്റെ ഇരുണ്ട ഊർജം അഥവാ ഡാർക്ക് എനർജിയെ പറ്റിയും ശ്യാമദ്രവം അല്ലെങ്കിൽ നമ്മൾ പറയും ഡാർക്ക് മാറ്റർ എന്ന് പറയും കേട്ടോ, ഇതിനെ കുറിച്ചും പഠിക്കുന്നതിനായിട്ട് യൂറോപ്യൻ സ്പേസ് ഏജൻസി വിക്ഷേപിച്ച ദൂരദർശിനിയാണ് യൂക്ലിഡ് എന്ന് പറയുന്നത്. 2023 ഓഗസ്റ്റിൽ പരാജയപ്പെട്ട റഷ്യയുടെ ചാന്ദ്ര ദൗത്യം ലൂണ 25 പഠിച്ചോളെ. നമ്മുടെ ചന്ദ്രയാൻ 3 വിക്ഷേപിക്കുന്ന സമയത്ത് റഷ്യ വിക്ഷേപിച്ചതായിരുന്നു ഈ പറയുന്ന ലൂണ 25 എന്ന് പറയുന്നത്. പക്ഷെ നമ്മുടെ ചന്ദ്രയാൻ 3 എന്ന് പറയുന്നത് വിജയമായിരുന്നു. എന്നാൽ റഷ്യയുടെ ലൂണ എന്ന് പറയുന്ന ദൗത്യം എന്ത് ചെയ്തു? പരാജയപ്പെട്ടു. പക്ഷെ അത് നമ്മൾ പഠിക്കണം. 2023 ഓഗസ്റ്റില് പരാജയപ്പെട്ട റഷ്യയുടെ ചാന്ദ്ര ദൗത്യമാണ് ലൂണ 25. മീഥേൻ ഇന്ധനം ഉപയോഗിച്ചുള്ള ലോകത്തിലെ ആദ്യത്തെ ബഹിരാകാശ റോക്കറ്റ് വിക്ഷേപിച്ച രാജ്യം ചൈന. മീഥേൻ ഇന്ധനം ഉപയോഗിച്ച് ലോകത്തിലെ ആദ്യത്തെ ബഹിരാകാശ റോക്കറ്റ് വിക്ഷേപിച്ച രാജ്യം ഏതാണ്? ചൈനയാണ്.
വാണിജ്യാടിസ്ഥാനത്തിലുള്ള ലോകത്തിലെ ആദ്യ ബഹിരാകാശ യാത്ര വിജയകരമായി പൂർത്തിയാക്കിയ സ്പേസ് കമ്പനിയാണ് വെർജിൻ ഗാലക്റ്റിക്സ് കേട്ടോ. വാണിജ്യാടിസ്ഥാനത്തില് ലോകത്തിലെ ആദ്യ ബഹിരാകാശ യാത്ര വിജയകരമായി പൂർത്തിയാക്കിയ സ്പേസ് കമ്പനി ഏതാണ്? വെർജിൻ ഗാലക്റ്റിക്സ് ആണ് കേട്ടോ. അപ്പൊ ഒന്നുകൂടി പറയാം, പ്രപഞ്ചത്തിലെ ഇരുണ്ട ഊർജ്ജം അഥവാ ഡാർക്ക് എനർജിയെ പറ്റിയും ശ്യാമദ്രവം അഥവാ ഡാർക്ക് മാറ്ററിനെ കുറിച്ചും പഠിക്കുന്നതിനായിട്ട് യൂറോപ്യൻ സ്പേസ് ഏജൻസി വിക്ഷേപിച്ച ദൂരദർശിനിയാണ് യൂക്ലിഡ് എന്ന് പറയുന്നത്. 2023 ഓഗസ്റ്റിൽ പരാജയപ്പെട്ട ചാന്ദ്ര ദൗത്യമായിരുന്നു ലൂണ 25. മീഥേൻ ഇന്ധനം ഉപയോഗിച്ചുള്ള ലോകത്തിലെ ആദ്യത്തെ ബഹിരാകാശ റോക്കറ്റ് വിക്ഷേപിച്ച രാജ്യം ചൈനയാണ്. വാണിജ്യാടിസ്ഥാനത്തിലുള്ള ലോകത്തിലെ ആദ്യ ബഹിരാകാശ യാത്ര വിജയകരമായി പൂർത്തിയാക്കിയ സ്പേസ് കമ്പനി വെർജിൻ ഗാലക്റ്റിക്സ് ആണ് പഠിക്കുക. ബഹിരാകാശത്ത് ഉപയോഗശൂന്യമായ ശേഷം ഭൂമിയിലേക്ക് സുരക്ഷിതമായി തിരിച്ചിറക്കിയ ആദ്യത്തെ ഉപഗ്രഹമാണ് എലോഎസ്. പഠിച്ചോളനെ, ബഹിരാകാശത്ത് ഉപയോഗശൂന്യമായ ശേഷം ഭൂമിയിലേക്ക് സുരക്ഷിതമായി തിരിച്ചിറക്കിയ ആദ്യത്തെ ഉപഗ്രഹമാണ് എയോലസ് എന്ന് പറയുന്നത്. ചന്ദ്രനിൽ ലാൻഡിംഗ് നടത്തുന്ന 5ാമത്തെ രാജ്യം ജപ്പാനാണ്. ചന്ദ്രനില് സോഫ്റ്റ് ലാൻഡിംഗ് നടത്തുന്ന 5ാമത്തെ രാജ്യമാരാണ്? ജപ്പാനാണ്. ജപ്പാന്റെ സ്ലിം മൂൺ സ്നൈപ്പർ എന്ന് പറയുന്ന പേടകമായിരുന്നു ഇതിനായിട്ട് ഉപയോഗിച്ചത് കേട്ടോ. സമുദ്രത്തെയും അന്തരീക്ഷത്തെയും കുറിച്ച് പഠിക്കുന്നതിനായി നാസ വിക്ഷേപിച്ച ഉപഗ്രഹമാണ് പേസ് എന്ന് പറയുന്നത്. സമുദ്രങ്ങളെയും അതുപോലെ അന്തരീക്ഷത്തെയും കുറിച്ച് പഠിക്കുന്നതിനായിട്ട് നാസ വിക്ഷേപിച്ച ഉപഗ്രഹമാണ് പേസ്. ചന്ദ്രോപരിതലത്തിൽ ഇറങ്ങുന്ന സ്വകാര്യ കമ്പനിയുടെ ആദ്യ പേടകം എന്ന ചരിത്ര നേട്ടം കൈവരിച്ചത് ഒഡീസിയസ് ആണ്. ഇത് അമേരിക്കയുടെ ഇൻട്രൂവിസ് മെഷീൻ എന്ന് പറയുന്ന കമ്പനിയാണ് ഇറക്കിയത് കേട്ടോ. അപ്പോൾ ചന്ദ്രോപരിതലത്തിൽ ഇറക്കുന്ന സ്വകാര്യ കമ്പനിയുടെ ആദ്യത്തെ പേടകം എന്ന ചരിത്ര നേട്ടം കൈവരിച്ചത് ഒഡീസിയസ് എന്ന് പറയുന്ന പേടകമാണ്. ഈ ഒഡീസിയസ് പേടകം നിർമ്മിച്ച രാജ്യം ചോദിച്ചാൽ അമേരിക്കയാണ്. അമേരിക്കയിലെ ഇൻട്രൂവിസ് മെഷീൻസ് എന്ന് പറയുന്ന ഒരു പ്രൈവറ്റ് കമ്പനിയാണ് എന്ത് നിർമ്മിച്ചത്? ഒഡീസിയസ് നിർമ്മിച്ച് എവിടെ ഇറക്കി? ചന്ദ്രന്റെ ഉപരിതലത്തില് ഈസി ആയിട്ട് അവർ എന്ത് ചെയ്തു? ബഹിരാകാശത്ത് ഉപയോഗശൂന്യമായ ശേഷം ഭൂമിയിലേക്ക് സുരക്ഷിതമായി തിരിച്ചിറക്കിയ ആദ്യത്തെ ഉപഗ്രഹം എലോയസ് ആണ്. ചന്ദ്രനിൽ ലാൻഡിംഗ് നടത്തുന്ന 5ാമത്തെ രാജ്യം ചോദിച്ചാൽ അത് ജപ്പാനാണ്. അതിന് അവർ ഉപയോഗിച്ചിരുന്ന പേടകം എന്ന് ചോദിച്ചാൽ സ്ലിം മ്യൂൺ സ്നൈപ്പർ ആയിരുന്നു. സമുദ്രത്തെയും അന്തരീക്ഷത്തെയും കുറിച്ച് പഠിക്കാനായി നാസ വിക്ഷേപിച്ച ഉപഗ്രഹമാണ് പേസ്. ചന്ദ്രോപരിതലത്തിൽ ഇറക്കുന്ന സ്വകാര്യ കമ്പനിയുടെ ആദ്യത്തെ പേടകം എന്ന ചരിത്ര നേട്ടം കൈവരിച്ചത് ഒഡീസിയസ് ആണ്. ഒഡീസിയസ് നിർമ്മിച്ചത് അമേരിക്കയാണ്. അമേരിക്കയിലെ ഏത് കമ്പനിയാണ്? ഇൻട്രൂവിസ് മെഷീൻ എന്ന് പറയുന്ന കമ്പനിയാണ് പഠിക്കുക. വ്യാഴത്തിന്റെ ഉപഗ്രഹമായ യൂറോപ്പയെ ലക്ഷ്യമാക്കി നാസ വിക്ഷേപിക്കുന്ന പേടകമാണ് യൂറോപ്പ ക്ലിപ്പർ. വ്യാഴത്തിന്റെ ഉപഗ്രഹമായിട്ടുള്ള യൂറോപ്പയെ ലക്ഷ്യമാക്കി നാസ വിക്ഷേപിക്കുന്ന പേടകമാണ് യൂറോപ്പ ക്ലിപ്പർ. അപ്പോഫീസ് എന്ന ചിഹ്നഗ്രഹത്തെ കുറിച്ച് പഠിക്കുവാനായി നാസയുടെ ദൗത്യമാണ് ഒസിരിസ് അപ്പെക്സ്. മറന്നുപോവല്ലേ, അപ്പോഫീസ് എന്ന് പറയുന്ന ചിഹ്നഗ്രഹത്തെ കുറിച്ച് പഠിക്കുവാനായി നാസയുടെ ദൗത്യം അല്ലെങ്കിൽ നാസ വിക്ഷേപിക്കാൻ പോകുന്ന പേടകം അറിയപ്പെടുന്ന പേരാണ് ഒസിരിസ് അപ്പെക്സ് എന്ന് പറയുന്നത്. എന്താണ് ഒസിരിസ് അപ്പെക്സ്? മെഴുകിൽ പ്രവർത്തിക്കുന്ന റോക്കറ്റ് വിജയകരമായി വിക്ഷേപിച്ച രാജ്യം ജർമ്മനി. മെഴുകിൽ പ്രവർത്തിക്കുന്ന റോക്കറ്റ് വിജയകരമായി വിക്ഷേപിച്ച രാജ്യം ജർമ്മനി. ഇങ്ങനെയുള്ള പോയിന്റ് പി സിക്ക് ഇഷ്ടമാണ്, പഠിച്ചോളനെ. മെഴുകിൽ പ്രവർത്തിക്കുന്ന റോക്കറ്റ് വിജയകരമായി വിക്ഷേപിച്ച രാജ്യം ജർമ്മനി. 2024 ഭൂമിക്കരികിലൂടെ കടന്നു പോകുമെന്ന് നാസ പ്രഖ്യാപിച്ച ചിഹ്നഗ്രഹമാണ് 2024 JB2 എന്നുള്ളത്. 2024 ഭൂമിക്കരികിലൂടെ കടന്നു പോകുമെന്ന് നാസ പ്രഖ്യാപിച്ച ചിഹ്നഗ്രഹം എന്ന് ചോദിച്ചാൽ അത് 2024 JB2 എന്നാണ് കേട്ടോ. 2024 JB2 എന്നാണ്. ലോകത്തിൽ ഏറ്റവും കരുത്തുറ്റ റോക്കറ്റായ സ്റ്റാർഷിപ്പ് വിജയകരമായി പരീക്ഷിച്ച ബഹിരാകാശ സ്ഥാപനം സ്പേസ് എക്സ്. മറക്കല്ലേ, നമ്മുടെ ഇലോൺ മസ്കിന്റെ സ്പേസ് എക്സ് എന്ന് പറയുന്ന സ്ഥാപനമാണ് ലോകത്തിലെ ഏറ്റവും കരുത്തുറ്റ റോക്കറ്റായ സ്റ്റാർഷിപ്പ് വിജയകരമായി പരീക്ഷിച്ചത്. ഒന്നുകൂടി പറയാം, വ്യാഴത്തിന്റെ ഉപഗ്രഹമായ യൂറോപ്പയെ ലക്ഷ്യമാക്കി നാസ വിക്ഷേപിക്കുന്ന പേടകമാണ് യൂറോപ്പ ക്ലിപ്പർ. അപ്പോഫീസ് എന്ന ചിഹ്നഗ്രഹത്തെ കുറിച്ച് പഠിക്കുവാനായി നാസയുടെ ദൗത്യമാണ് ഒസിരിസ് അപ്പെക്സ് എന്ന് പറയുന്നത്. മെഴുകിൽ പ്രവർത്തിക്കുന്ന റോക്കറ്റ് വിജയകരമായി വിക്ഷേപിച്ച രാജ്യം ജർമ്മനി. 2024 ഭൂമിക്കരികിലൂടെ കടന്നു പോകുമെന്ന് നാസ പ്രഖ്യാപിച്ച ചിഹ്നഗ്രഹം 2024 JB2 ആണ്. ലോകത്തിൽ ഏറ്റവും കരുത്തുറ്റ റോക്കറ്റായി അറിയപ്പെടുന്ന സ്റ്റാർഷിപ്പ് വിജയകരമായി പരീക്ഷിച്ച ബഹിരാകാശ സ്ഥാപനം സ്പേസ് എക്സ് ആണ്. സ്പേസ് എക്സിന്റെ സ്ഥാപകൻ ആരാണ്? ഇലോൺ മസ്ക് ആണ്. സുനിത വില്യംസിനെയും ബുഷ് വിൽമോറിനെയും രാജ്യാന്തര ബഹിരാകാശ നിലയത്തിൽ എത്തിച്ച പേടകമാണ് ബോയിങ് സ്റ്റാർലൈനർ. പഠിച്ചോളനെ. ഇപ്പോ കുറച്ചു നാളായിട്ട് നമ്മുടെ പത്രത്തിൽ മുഴുവൻ നമ്മൾ വായിച്ചതാണ് ഈ ബോയിങ് സ്റ്റാർലൈനറെ പറ്റി.
അതായത് സുനിത വില്യംസും അതുപോലെ തന്നെ ബുഷ് വിൽമോറിനെയും രാജ്യാന്തര ബഹിരാകാശ നിലയത്തിൽ എത്തിച്ചു. ആരാണ്? ഈ ബോയിങ് സ്റ്റാർലൈനർ. പക്ഷെ അവിടെ എത്തിയപ്പോഴത്തേക്കും ഈ ബോയിങ് സ്റ്റാർലൈനറിന് കംപ്ലൈന്റ് ആയി. അങ്ങനെ അവർക്ക് തിരിച്ചു വരാൻ പറ്റാതെ അവർ സ്പേസിൽ കുടുങ്ങിയതിനെ പറ്റിയൊക്കെ ഒരുപാട് ന്യൂസ് നമ്മൾ കണ്ടതാണ്. അതുകൊണ്ട് ഇത് നല്ലൊരു പോയിന്റ് ആണ്. PSC ചോദിക്കും. സുനിത വില്യംസിനെയും ബുഷ് വിൽമോറിനെയും രാജ്യാന്തര ബഹിരാകാശ നിലയത്തിൽ എത്തിച്ച പേടകം ഏതാണ്? ബോയിങ് സ്റ്റാർലൈനർ ആണ്. ഇത് കംപ്ലൈന്റ് ആയി എന്നുകൂടി ഒന്ന് പഠിച്ചു വെച്ചിരിക്കുക. ബഹിരാകാശത്ത് ഏറ്റവും കൂടുതൽ കാലം തങ്ങിയ വ്യക്തി എന്ന റെക്കോർഡ് സ്വന്തമാക്കിയത് ഒലേഗ് കൊനോനെൻകോ. പഠിച്ചോളനെ, വെറൈറ്റി പേരാണ് ഒലേഗ് കൊനോനെൻകോ. ഇദ്ദേഹം റഷ്യക്കാരനാണ്. ഇദ്ദേഹം ഏകദേശം 2 വർഷവും 40 ദിവസവും എവിടെ ഉണ്ടായിരുന്നു? നമ്മുടെ ബഹിരാകാശത്ത് താമസിച്ചു കേട്ടോ. അപ്പോ ബഹിരാകാശത്ത് ഏറ്റവും കൂടുതൽ കാലം തങ്ങിയ വ്യക്തി എന്ന റെക്കോർഡ് ഇപ്പോൾ ആർക്കാണ്? ഒലേഗ് കൊനോനെൻകോയ്ക്കാണ്. ആരാണ്? ഒലേഗ് കൊനോനെൻകോയ്ക്കാണ്. ഇദ്ദേഹം റഷ്യക്കാരനായ ഒരു ആസ്ട്രോനോട്ട് ആണ്. ഇദ്ദേഹം ഏകദേശം 2 വർഷവും 40 ദിവസവും സ്പേസിൽ താമസിച്ചു അല്ലെങ്കിൽ തങ്ങിയിരുന്നു. പഠിക്കുക. 2024 ചന്ദ്രന്റെ മറുപുറത്ത് വിജയകരമായി ലാൻഡ് ചെയ്ത ചൈനീസ് പേടകമാണ് ചാങ് E6. പഠിച്ചോളെ, 2024 ചന്ദ്രന്റെ മറുപുറത്ത് വിജയകരമായി ലാൻഡ് ചെയ്ത ചൈനീസ് പേടകം ചോദിച്ചാൽ അത് ചാങ് E6 ആണ്. ഏതാണ്? ചാങ് E6 ആണ്. ഒന്നുകൂടി പറയാം, ശ്രദ്ധിക്കുക സുഹൃത്തുക്കളെ. സുനിത വില്യംസിനെയും ബുഷ് വിൽമോറിനെയും രാജ്യാന്തര ബഹിരാകാശ നിലയത്തിൽ എത്തിച്ച പേടകം എന്ന് ചോദിച്ചാൽ അത് ബോയിങ് സ്റ്റാർലൈനർ ആണ്. ബഹിരാകാശത്ത് ഏറ്റവും കൂടുതൽ കാലം തങ്ങിയ വ്യക്തി എന്ന റെക്കോർഡ് സ്വന്തമാക്കിയത് ഒലേഗ് കൊനോനെൻകോയാണ്. ഒലേഗ് കൊനോനെൻകോയാണ്. ഇദ്ദേഹം ഒരു റഷ്യക്കാരനായ ആസ്ട്രോനോട്ട് ആണ്. 2 വർഷവും 40 ദിവസവുമായിരുന്നു ഇദ്ദേഹം ബഹിരാകാശത്ത് തങ്ങിയത്. 2024 ചന്ദ്രന്റെ മറുപുറത്ത് വിജയകരമായി ലാൻഡ് ചെയ്ത ചൈനീസ് പേടകം ചാങ് E6 ആണ്. പഠിക്കുക. ഐൻസ്റ്റീൻ പ്രോബ് എന്ന ഉപഗ്രഹം വിക്ഷേപിച്ച രാജ്യം ചൈന. പഠിച്ചോളനെ, ഐൻസ്റ്റീൻ പ്രോബ് എന്ന ഉപഗ്രഹം വിക്ഷേപിച്ച രാജ്യം ചൈനയാണ്. ഐൻസ്റ്റീൻ പ്രോബ് എന്നൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ പല രാജ്യത്തിലേക്കും ചിന്തിച്ചു പോകും. തെറ്റരുത്. ഐൻസ്റ്റീൻ പ്രോബ് എന്ന ഉപഗ്രഹം വിക്ഷേപിച്ച രാജ്യം ചോദിച്ചാൽ അത് ചൈനയാണ്. ദക്ഷിണ കൊറിയയുടെ ചന്ദ്രനിലേക്കുള്ള ആദ്യത്തെ ഉപഗ്രഹമാണ് ധനൂരി. പഠിക്കുക. ദക്ഷിണ കൊറിയയുടെ ചന്ദ്രനിലേക്കുള്ള ആദ്യത്തെ ഉപഗ്രഹം അല്ലെങ്കിൽ ചാന്ദ്ര ദൗത്യം എന്ന് ചോദിച്ചാൽ അത് ധനൂരിയാണ്. ഏത് ഗ്രഹത്തിന്റെ ഉപഗ്രഹങ്ങളെ കുറിച്ച് പഠിക്കുവാനുള്ള യൂറോപ്യൻ ബഹിരാകാശ ഏജൻസിയുടെ ദൗത്യത്തിന്റെ പേരാണ് ജൂസ് എന്നുള്ളത്? ഓൾറെഡി PSC ചോദിച്ചു കഴിഞ്ഞു. ഉത്തരം എന്താണ്? വ്യാഴത്തിന്റെ. ഏതു ഗ്രഹത്തിന്റെ ഉപഗ്രഹങ്ങളെ കുറിച്ച് പഠിക്കുവാനായുള്ള യൂറോപ്യൻ ബഹിരാകാശ ഏജൻസിയുടെ ദൗത്യത്തിന്റെ പേരാണ് ജൂസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വ്യാഴത്തിന്റെയാണ്. ജൂസ് എന്ന് എഴുതുമ്പോൾ ജെ ഇല്ലേ സുഹൃത്തുക്കളെ, അത് ജൂപ്പിറ്ററിനെ സൂചിപ്പിക്കുന്നു എന്നൊക്കെ പഠിച്ചു വെച്ചാൽ മതി. അപ്പോൾ ഐൻസ്റ്റീൻ പ്രോബ് എന്ന ഉപഗ്രഹം വിക്ഷേപിച്ച രാജ്യം ഏതാണ്? ചൈനയാണ്. ദക്ഷിണ കൊറിയയുടെ ചന്ദ്രനിലേക്കുള്ള ആദ്യത്തെ ദൗത്യം അറിയപ്പെടുന്ന പേരാണ് ധനൂരി. എന്താണ്? ധനൂരി. ഏത് ഗ്രഹത്തിന്റെ ഉപഗ്രഹത്തെ കുറിച്ച് പഠിക്കുവാനുള്ള യൂറോപ്യൻ ബഹിരാകാശ ഏജൻസിയുടെ ദൗത്യത്തിന്റെ പേരാണ് ജൂസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വ്യാഴത്തിൻ്റെതാണ്. പഠിക്കുക. ഈ ചാനലിന്റെ വളർച്ച എന്ന് പറയുന്ന സുഹൃത്തുക്കളെ നിങ്ങളുടെ സബ്സ്ക്രിപ്ഷനും അതിനോടൊപ്പം തന്നെ നിങ്ങളുടെ സപ്പോർട്ടുമാണ്. ഒത്തിരി സുഹൃത്തുക്കൾ ഇപ്പോഴും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ട്. ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഈ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, സഹായിക്കുക.